അതെനിക്ക് ഹെവി ഫീൽ ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ഇത് അനന്തു ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ചീറാൻ നോക്കിയപ്പോൾ പിന്നെ എൻ്റെ പിന്നെ പെയിൻ കാരണം എൻ്റെ ബോധം അങ്ങ് പോവുക ചെയ്തു. സ്വന്തം ഭർത്താവ് മാത്രം കാണേണ്ട ഒരു പെണ്ണിൻ്റെ നാക്നെസ് മറ്റുള്ള ആണുങ്ങൾക്ക് പ്രദർശിപ്പിച്ച ആരും ഇതില്. ആ വീട്ടിൽ എനിക്ക് കഴിക്കാൻ വേറൊരു പാത്രമായിരുന്നു. ആ പാത്രത്തിൽ ഇങ്ങനെ കിളികൾക്ക് ഫുഡ് വെച്ച് കൊടുത്തിരുന്നത്. വീട്ടിൽ ഞാൻ എന്ത് തൊട്ടാലും അയത്താണ്. എന്റെ വീട്ടിൽ കഴിക്കാൻ വേറെ പാത്രം വെച്ചിരുന്നില്ല എന്റെ അമ്മ. ഞാൻ ഇവന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുമ്പോ എന്നും ഇവന്റെ അമ്മ പറയും പലച്ചി എന്നെ അമ്മ എന്ന് വിളിക്കേണ്ട, എനിക്കത് ഇഷ്ടമല്ല, എന്റെ 4 മക്കളുണ്ട്, പലച്ചിക്ക് എന്താ അധികാരം എന്നെ അമ്മ എന്ന് വിളിക്കാനാണ്. എന്നും പാമ്പ്. ഞാൻ കിടക്കുന്ന മുറിയിൽ ഏത് മുറ്റത്തു കൂടെ അഴിയുന്നതൊക്കെ പോട്ടേന്ന് വെക്കാം, മുറിയിൽ എങ്ങനെ ഒരു പാമ്പ് വരുന്നത് എനിക്കത് വളരെ അതിശയം തോന്നിയ ഒരു ഫാക്ടറാണ്. ഞാൻ ചെന്നതിന് ശേഷം മാത്രമാണ് കേട്ടാ എന്നോട് പറഞ്ഞു 4-5 ആണുങ്ങളാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടിട്ടേന്ന്. ചോദിക്കുക മാത്രമല്ല അവൻ കൊണ്ടും ചെയ്തു. ഞാനിപ്പോ പറയുന്ന എന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ കൊച്ചിനെ നീ ആരെ ചെയ്യുന്നല്ല വിളിച്ച് നിന്റെ. നമസ്കാരം. മലപ്പുറം സ്വദേശിനിയായ ഒരു യുവതിയുടെ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ആ യുവതി ഇവിടെ LLBക്ക് പഠിക്കാൻ വന്ന സമയത്ത് ഒരു യുവാവുമായി പരിചയപ്പെടുകയും ആ യുവാവ് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. പിന്നെ എന്തൊക്കെയോ ഒരു കോംപ്രമൈസ് ചെയ്തതിനു ശേഷം ആ യുവാവിനെ വീണ്ടും വിവാഹം കഴിച്ചു. അതിനെ തുടർന്നുള്ള കുറച്ച് ആരോപണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വാർത്ത ചെയ്യുന്നത്. അപസ്മാരത്തിൻ്റെ അസുഖമുള്ള ഈ യുവതിയെ ഇദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് അബോധാവസ്ഥയിലായ യുവതിയെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ യുവതിയുടെ ഇപ്പോഴത്തെ പരാതി. ഓഗസ്റ്റ് 26-ാം തീയതി അനന്തു പറഞ്ഞ അയാൾ എൻ്റെ ലവറും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഫിക്സ് വന്നു ഹോസ്റ്റലിൽ നിന്ന്. അപ്പം ജസ്റ്റ് ഡോക്ടറെ കാണിച്ച് വരാമെന്നുള്ള സെൻസിൽ ഞാനും ഇയാളും കൂട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഇയാളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് എന്നെ പാളയം ജൂബിലി ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വീണ്ടും ഫിക്സ് വന്നു. സീഷർ CTCS ആണ് എനിക്കുള്ളത്. അപ്പോൾ അവിടുന്ന് അൺകോൺഷ്യസ് ആയി എന്നെ ICUലേക്ക് മാറ്റുമായിരുന്നു. അപ്പോൾ തന്നെ അനന്തു എൻ്റെ വീട്ടിൽ വിളിച്ച് വിവരം അറിയിച്ചിരിക്കുന്നു. ഞങ്ങൾ അഫെയർ ഉള്ളത് 2 വീട്ടുകാർക്കും അറിയാം. 2019 മുതൽ ഞങ്ങൾ അഫെയറിലാണ്. ഞാൻ SCയിൽ കണക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി, ആൾ നായന്മാരുമാണ്. അപ്പോൾ ഇവരുടെ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾ മുന്തിയ നായന്മാരാണ്. സോ ഞങ്ങൾക്ക് ഒരു SC പെൺകുട്ടീനെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ആ ഒരു സെൻസിലായിരുന്നു അവൻ്റെ അമ്മയും അച്ഛനും ടോക്ക് ചെയ്തിരുന്നത്. അവൻ സിസ്റ്റർ വളരെ ബാഡ് സെൻസിൽ എൻ്റെ അടുത്ത് ടോക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവൻ്റെ അമ്മയ്ക്ക് പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ആക്ടിവിറ്റി ഉണ്ടെന്ന് പലരും എന്നെ വിളിച്ച് പറയുന്നു. അമ്മേനെ മാത്രമല്ല, ഇൻക്ലൂഡിങ് ഈ സിസ്റ്റർ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അനന്തു എന്ത് ചെയ്തു, എന്നെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. ICUവിൽ നിന്ന് റൂം ഷിഫ്റ്റ്, ICUയിൽ നിന്ന് എൻ്റെ ഇന്നർവിയേഴ്സ് മാറ്റിയിട്ട് അവരൊരു ഗൗൺ ഇട്ട് തന്നിരുന്നു. ആ ഗൗൺ മീൻസ് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അപ്പോൾ ICUയിൽ നിന്ന് റൂം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ജൂബിലി ഹോസ്പിറ്റലിൽ ഫീമെയിൽ വാർഡ് ഉണ്ട്, അവിടെ നിറയെ ലേഡീസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് മാറ്റാതെ അനന്തു എന്നെ ഒരു സിംഗിൾ പേ വാർഡ്, സിംഗിൾ റൂം എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അനന്തുവിന് എന്നെ റേപ്പ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് അനന്തു എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഇവന് ഒരു എനിക്ക് ഹെവി ഫീൽ ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ഇത് അനന്തു ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്കിത് അനന്തുവിനെ കണ്ടു, ഞാൻ റെസിസ്റ്റ് ചെയ്യാൻ നോക്കി, പറ്റുന്നില്ല. ഞാൻ ചീറാൻ നോക്കിയപ്പോൾ പിന്നെ എൻ്റെ പിന്നെ പെയിൻ കാരണം എൻ്റെ ബോധം അങ്ങ് പോവുക ചെയ്തു. പ്രഷർ എനിക്ക് ഹൈ ആയിരുന്നു അന്ന് ഡിസ്ചാർജ് ആയി വരുമ്പോൾ തന്നെ. ഇപ്പറഞ്ഞ അനന്തു എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിൽ കോടതി സമയത്ത് 420 വരെ ചാർജ് ചെയ്തിരിക്കണം. ഇവൻ ക്രിമിനലാണെന്ന് മനസ്സിലായിരിക്കും. ഒരു പെൺകുട്ടിക്ക് വെറുതെ ഒന്ന് വന്ന് എന്നെ റേപ്പ് ചെയ്തു ചാനലുകളുടെ മുന്നിലിരുന്ന് വിളിച്ചറിയാൻ പറ്റില്ല. കാര്യം റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മെഡിക്കലിൽ പോകും. മെഡിക്കലിൽ പോയിട്ട് ഇത്ര ഇഞ്ചുറീസ്, വെജൈനൽ ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അങ്ങനെ ഒരു പെൺകുട്ടി വെറുതെ പറയാൻ പറ്റില്ല. കാരണം എന്താ, മെഡിക്കൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് പ്രൂഫാണ്. നീ എന്നെ ജൂബിലിന്ന് അന്ന് അങ്ങനെ ചെയ്തത് നിനക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ? അതായത് ഞാൻ വേറൊരുത്തന്റെ കൂടെയും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ? അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി, അതായത് ഞാൻ വേറെ ഒരാളെ കെട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ റേപ്പ് ചെയ്ത് നശിപ്പിച്ചാൽ പറയുന്നേക്കെ, ഞാൻ വേറെ ആരെയും കെട്ടിപ്പോവാതിരിക്കാൻ എന്നെ റേപ്പ് ചെയ്ത് നശിപ്പിച്ചാൽ നിന്റേത് മാത്രമേ നിന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്താഗതി നിനക്ക് ആദ്യം ഉണ്ടായിരുന്നോ? മാത്രം മതി എന്ന് വിചാരിച്ചു. ഈ യുവതി SC/ST വിഭാഗത്തിലുള്ള ഒരു യുവതിയാണ്. അപ്പോൾ ഈ വിവാഹം കഴിച്ച ആള് ഉന്നത ഏതോ ജാതിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഈ യുവതിക്ക് ആ വീട്ടിൽ അവർക്ക് മാത്രമായി ആഹാരം കഴിക്കാൻ പ്രത്യേകിച്ചൊരു പാത്രം വരെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ യുവതിയുടെ മുറിയിലേക്ക് പാമ്പുകളെ കൊണ്ട് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ആ വീട്ടിൽ എനിക്ക് കഴിക്കാൻ വേറൊരു പാത്രമായിരുന്നു. ആ പാത്രത്തിൽ ഇങ്ങനെ കിളികൾക്ക് ഫുഡ് വെച്ച് കൊടുത്തിരുന്നത്. ആ പാത്രത്തിൽ അവർ വിളമ്പി തരുന്ന എമൗണ്ട് ഫുഡേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ. ആ ഫുഡേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ, അല്ല ഞാൻ അവിടുത്തെ ഫുഡ് ഐറ്റംസ് തുടരുത്.
തൊട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അയിത്തപ്പെട്ടെന്നാണ് അനന്തുവിൻ്റെ അമ്മ പറയുന്നത്. ഈ ഫുഡ് ഐറ്റം അവരെ കൂടെ ഇരുന്ന് കഴിക്കരുത്, മാറി ഇരുന്ന് കഴിക്കണം. കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണാവോ, ജാതി പ്രശ്നമല്ലേ. സഹോദരൻ അയ്യപ്പനൊക്കെ കൂട്ടെ പണ്ട് വട്ടത്തീന്മേശയിൽ ഈ ഒരു പ്രശ്നം തീർത്തതായിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെ മാറി ഇരുന്ന് കഴിക്കണം. വേറെ പാത്രം വീട്ടിൽ ഞാൻ എന്ത് തൊട്ടാലും അയിത്താണ്. അതിനൊരു ദിവസം അനന്തുവിൻ്റെ അമ്മ ടോർച്ചറിങ് സഹിക്കാൻ വയ്യ. ഇത് അനന്തുവിൻ്റെ അമ്മ അനാവശ്യങ്ങൾ തെറികളല്ലാതെ പറയില്ല. ഇവർ പറഞ്ഞ തെറികൾ ഞാൻ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നു ഞാൻ ടെറർ ആൻഡ് ഹൊററാണെന്ന് മറ്റ് ചാനൽസിൽ കമൻ്റ് ഇടുന്നു. അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എൻ്റെതായുള്ള കൂട്ടിച്ചേർക്കലുകളല്ല. അതൊക്കെ തെക്കൻ തെറികളാണ്, വടക്കൻ തെറികളല്ല. അങ്ങനെ അനന്തുവിൻ്റെ അമ്മ തെറികളോ അനാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ LLB ഡിഗ്രി വരെ അവർ പൂവും മയ്യും വെച്ചിട്ടാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഞാൻ ഓടിപ്പോയിട്ട് അവിടുത്തെ എല്ലാ ഫുഡ് ഐറ്റംസും അങ്ങ് തൊട്ടു. അത് തൊട്ടത് എന്തിനാ വെച്ചാൽ എനിക്കറിയാം, ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് ഫുഡ് അവിടെ നിർത്തി കളയാം. അന്നത്തെ ദിവസം അവർ പട്ടിണിയാണെന്ന്. അന്ന് 300 രൂപയ്ക്ക് ക്ലാത്തി മീൻ വാങ്ങിയ ദിവസം കൂടിയാണ്. ഞാൻ പോയി എല്ലാം തൊട്ടു, ചോറ് തൊട്ടു, ക്ലാത്തി മീൻ കറി തൊട്ടു, ഉപ്പേര് തൊട്ടു, ഒക്കെ അനന്തുവിൻ്റെ അമ്മ കൊണ്ടുപോയി കളഞ്ഞു അയിത്തായി എന്ന് പറഞ്ഞിട്ട്. താഴ്ന്ന ജാതി പെണ്ണ് പിടിച്ചോണ്ട് അതൊക്കെ അയിത്തായി എന്നെ എന്നും പരച്ചിപ്പെണ്ണെന്ന് വിളിക്കുക. ആൾക്കാരുടെ ഇടയിൽ നിന്ന് പറയും ഞാൻ കറുത്ത കരിമ്പിയാണെന്ന്. എൻ്റെ കളർ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് കണ്ടറിയാലോ ഞാൻ എന്താ നിറം എന്നുള്ളത്. എന്റെ വീട്ടിൽ കഴിക്കെങ്കിൽ വേറെ പാത്രം വെച്ചിരുന്നില്ല എന്റെ അമ്മ? അതുപോലെ ഈ അന്ന് ഓർക്കണ്ട, ഈ ഞാനും കൂട്ട ഒരു ദിവസം പേരുക്കടയൊക്കെ സൈക്കിളിന്റെ പമ്പൊക്കെ വാങ്ങാൻ പോയത് ഓർക്കണ്ട? അന്ന് എന്റെ അമ്മ പറഞ്ഞില്ലേ, എന്റെ ഫോണിലേക്ക് ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരുത്ത 8 വിളി വിളിച്ച് രാത്രി, ഓർക്കണ്ട? എന്റെ ഫോണ്. പക്ഷെ അവര് പറഞ്ഞത് എന്റെ ഫോണിക്ക് 8 വിളി വിളിച്ച് രാത്രി എന്നല്ലേ. അന്ന് എന്റെ ഷാജഹാൻ എന്നാണോ പറഞ്ഞ ആളാണോ വിളിച്ചത്? ഷാരോൺ. എത്ര വിളി വിളിച്ചിരുന്ന? 8 വിളി വിളിച്ചിരുന്ന? 2 3 കോൾ. അതിന് 8 കോളാക്കിയിട്ട് അവരെന്ത് ചെയ്ത്, എന്റെ ജില്ല മലപ്പുറം ജില്ലയാണ്, ഇവിടെ മുസ്ലിംസ് ആണുള്ളത്. മുസ്ലിം വിഭാഗത്തിൽ പെട്ടെന്നിട്ട് ഞാൻ ബന്ധമുണ്ടെന്ന് വെച്ച് തീർക്കാൻ വേണ്ടി എന്റെ ഫോണിൽ രാത്രി 10 മണിക്ക് ശേഷം ഷാജഹാൻ എന്ന് പറഞ്ഞു ഒരുത്ത 8 വിളി വിളിച്ചു എന്ന് പറയുന്നെങ്കിൽ അത് എനിക്ക് പരപുരുഷ ബന്ധം ഉണ്ടെന്നാക്കാൻ വേണ്ടി എന്റെ അമ്മ ചെയ്തതല്ലേ? ആണോ അല്ലേ ഈ പറയും? എന്നും പാമ്പ്. ഞാൻ കിടക്കുന്ന മുറിയിൽ ഏത് മുറ്റത്തു കൂടെ എഴുതുന്നതൊക്കെ പോട്ടേന്ന് വെക്കാം. മുറിയിൽ എങ്ങനെ ഒരു പാമ്പ് വരുന്നത് എനിക്കത് വളരെ അതിശയം തോന്നിയ ഒരു ഫാക്ടറാണ്. ഞാൻ ചെന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ. അതേസമയം അപ്പുറത്തും എൻ്റെ വല്യച്ഛൻ്റെ വീടുണ്ട്, പുറകിൽ വീടുണ്ട്, മുന്നിൽ വീടുണ്ട്. ഈ വീടുകളിലൊന്നും പാമ്പില്ല. ഇവൻ്റെ വീട്ടിൽ മാത്രം മുറിയിൽ പാമ്പ് വരുന്നു, അവിടെ പാമ്പ് വരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ അമ്മായിയമ്മ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അമ്മായിയമ്മയ്ക്ക് ഇതിനെ ചേരാനെയും നിർക്കോലീനെയും ഈ പഴുതാരേനെയും ഓന്തിനെയൊക്കെ പിടിക്കാൻ അറിയാമെന്ന്. അപ്പോൾ എനിക്കിത് വലിയ കണക്ട് ചെയ്ത് വായിച്ചപ്പോൾ എനിക്ക് പിന്നെ ഒരു മിസ്റ്റേക്ക് തോന്നി. എൻ്റെ ബെഡ്റൂമിൽ നിന്ന് പാമ്പ് ഊതുന്ന ഒച്ച കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അനന്തു നമ്മുടെ റൂമിൽ പാമ്പുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കിന്ന്. അങ്ങനെ ഇവൻ പറഞ്ഞു ഒരു തേങ്ങയില്ല, നോക്കുമ്പോൾ പാമ്പുണ്ട് റൂമിൽ നിന്ന്. അപ്പോൾ അതിന് എഴയാൻ പറ്റുന്നില്ല നിലത്ത് കൂടെ. അപ്പോൾ ഒരു വടി വെച്ച് ഞാൻ തട്ടി കളയാ ചെയ്തത്. അതിന് ക്രൗളിങ് പറ്റുന്നില്ല നിലത്ത്. അപ്പോൾ എങ്ങനെയാണ് ബെഡ്റൂമിലേക്ക് അതിൻ്റെ ഉള്ളിൽ എഴയാൻ പറ്റാത്ത പാമ്പ് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എഴഞ്ഞു വന്ന് കിടുന്നെന്നുള്ളതാണ് എനിക്ക് ഡൗട്ട്. അതോ ഇവരാരും കൊടുന്നിട്ടാണോന്ന് അറിയില്ല. വീട്ടിൽ ഒരുപാട് തവണ ഞാൻ അകത്ത് പാമ്പിനെ കണ്ടിട്ടുണ്ട്. എന്നൊക്കെ ഞാൻ ആ വീട്ടിൽ പാമ്പിനെ കണ്ടോ അന്നൊക്കെ അനന്തുവിൻ്റെ ഫാദറും അനന്തുവിൻ്റെ മദറും അനന്തും അടുത്ത വീട്ടുകൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തോന്നിയെങ്കിൽ നേരത്തെ അറിവുണ്ടാവും, അല്ലെങ്കിൽ ഇവരിത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബൈ ചാൻസ് എന്നെ കടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെന്നെ അവിടെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും. ഈ യുവതിയെ ആദ്യം റേപ്പ് ചെയ്തപ്പോൾ ഈ യുവാവിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് യുവതിയുടെ കൈയും കാലും പിടിച്ചു, ഈ കേസ് കൊടുക്കരുത്, മകൻ്റെ ഭാവി പോവും, അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് യുവതി വിവാഹത്തിന് സമ്മതിച്ചത്. എന്നാൽ വിവാഹത്തിന് ശേഷവും ക്രൂരമായ പീഡനത്തിനാണ് ഈ യുവതി ഇരയായെന്നാണ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. റേപ്പ് ചെയ്തിട്ട് കല്യാണം കഴിച്ച് കൊടുന്നതല്ലേ. എന്നോടൊന്നും ഒരു ആവശ്യപ്പെട്ടു 50 പവൻ, 10 ലക്ഷം രൂപ എൻ്റെ പേരുള്ള FD, 8 lakhs അനന്തുവിൻ്റെ അമ്മയ്ക്ക് ബേക്കറി തുടങ്ങാൻ വേണം. കാരണം അനന്തുവിൻ്റെ അമ്മ വീടിൻ്റെ മീതൊരു ബേക്കറിക്കാരുണ്ട്, അയാൾക്ക് 3 ബേക്കറി ഉണ്ട്. 13 ലക്ഷത്തിന് സ്വിഫ്റ്റ് കാറ് ഞാൻ കൊടുക്കണം. എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊരു 50 സെൻറ്റ് സ്ഥലവും വീടുണ്ട് എൻ്റെ പേരിൽ, അത് ഇവരുടെ പേരിൽ ഞാൻ എഴുതി കൊടുക്കണം. ഞാനും എൻ്റെ അമ്മയും താമസിക്കുന്ന പുത്തൻ വീടുണ്ട്, അത് എൻ്റെ പേരിലാണ്, അത് ഇവരുടെ പേരിൽ എഴുതി കൊടുക്കണം. അതൊക്കെ ഇവർക്ക് കൊടുത്താൽ ഞാൻ നാളെ ഇങ്ങോട്ട് പോവും. അങ്ങനെ ഇവർ സ്വത്തിൻ്റെ പേരിൽ വർത്താനം തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അനന്തും തമ്മിൽ നല്ല മാനസികമായി അകലാൻ തുടങ്ങി. കാരണം അനന്തു ഇത് ചോദിക്കുന്നുണ്ട്, അനന്തു നല്ല ദേഹോപദ്രവമാണ്, അനന്തുവിൻ്റെ അച്ഛൻ അടിക്കുന്നു, അനന്തുവിൻ്റെ അമ്മ അടിക്കുന്നു, തെറി അനാവശ്യങ്ങളും പറയുന്നു, എന്നെ കോളേജിലേക്ക് വിടുന്നില്ല, എന്നെ കൊണ്ട് 2 യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതിപ്പിച്ചില്ല, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ബ്രാഞ്ച് SI ആയ സജി എന്ന് പറഞ്ഞ ഒരാളവിടെ വന്നിരുന്നിരുന്നു. അപ്പോൾ ആരനാട് സ്റ്റേഷനിലെ പോലീസുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞു, സജി ഇവൻ്റെ ബന്ധുക്കാരനാണ്, സജി കേസ് ഒന്നും ഇല്ലാതാക്കിക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ ആ ഓഡിയോ ഞാൻ ഈ ചാനലിന് കൈമാറിയിട്ടുണ്ട്. സജി എന്ന് പറഞ്ഞ പോലീസുകാരനാന്ന് വന്നതില്ലേ? പോലീസല്ല, അയാൾ സ്പെഷ്യൽ SI ആണ്. ഇതിൽ SI ആണ്. ഇവന്റെ അമ്മയുടെ ബന്ധുക്കാരനല്ലേ? ഇതിന്റെ എതിർ കക്ഷിയെന്ന് ഇവന്റെ അമ്മയുടെ ബന്ധുവാണ്. അപ്പൊ അവനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മറ്റൊരു നോക്കി പറഞ്ഞു കൊടുക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടേ. ഇവനെ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് പ്രതിഫലിച്ചിരിക്കുകയല്ലേ. അപ്പൊ ഇവൻ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അതാണ് ചോദിക്കുന്നത്. അതാണ് ഇന്നത്തെ കളി എന്ന് പറയുന്നത്. സജീന സൂപ്പർ കളി ഇന്നത്തെ കാണും.
അല്ല അവനാണ് ഇതിന് ചവിട്ടി ഇവനെ ഞാൻ കിട്ടാൻ വേണ്ടി ആന്റിസിപ്പേറ്റ് കിട്ടുന്നവരെ ഇവനെ അറസ്റ്റ് ചെയ്യരുത്. അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞത് സജിയാണ് അല്ലേ? അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അറസ്റ്റ് ചെയ്യാത്തത്. അങ്ങനെ ആയിരിക്കും. നമുക്കൊരു സംബോധന കമ്മിറ്റി ചിന്തിച്ചൂടെ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇതില് ശരിക്കും ഇതിന് ആന്റിസിപ്പേറ്റർ കിട്ടില്ല, ഹൈക്കോടതിയും കൊടുക്കില്ല. കാരണം 2 അട്രോസിറ്റീസ് ആക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി കൊടുക്കില്ല. ഞാൻ പറഞ്ഞതല്ല, നമ്മളെ യാഥാർത്ഥ്യം കൊടുക്കില്ല ചിന്തിക്കണില്ല. എന്തുകൊണ്ട് 2 കോടതിയും ഹൈക്കോടതിയും കൊടുത്തില്ല, ജില്ലാ കോടതിയും കൊടുത്തില്ല? അതുപോലെ തന്നെ FIR 376 റേപ്പ് എടുത്തിട്ടുണ്ട്, 498A എടുത്തിട്ടുണ്ട്. അതായത് ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡ് പാരൻസോ റിലേറ്റീവ്സോ ഒരു പെൺകുട്ടിയോട് ക്രൂവാലിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 498A ആവും. ക്രൂവാലിറ്റി മീൻസ് മെൻ്റലി ഓർ ഫിസിക്കലി. അപ്പോൾ അത് 498A എടുത്തിട്ടുണ്ട്. പിന്നെ SC അട്രോസിറ്റീസ് ഒരു ആക്റ്റാണ് ആദ്യം എടുത്തിരുന്നത്. പിന്നെ കോടതിയിൽ കേസ് പോയപ്പോൾ കോടതി സ്വമേധയാ ഒരു അട്രോസിറ്റീസ് ആക്ടും കൂടെ ഇവരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ 420 ചീറ്റിംഗ് കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവൻ്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എന്ന് ഇവൻ്റെ അമ്മ പറയും, പലച്ചി എന്നെ അമ്മ എന്ന് വിളിക്കേണ്ട, എനിക്കത് ഇഷ്ടമല്ല, എൻ്റെ 4 മക്കളുണ്ട്, പലച്ചിക്ക് എന്താ അധികാരം എന്നെ അമ്മ എന്ന് വിളിക്കാനാണ്. എൻ്റെ ശരീരത്തിൽ ഇവ അടിച്ചിട്ട് പറ്റിയ പരിക്കിൻ്റെ ഫോട്ടോ ഞാൻ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ റേപ്പ് ചെയ്യാനും നിൻ്റെ അച്ഛനും അമ്മയാണോ നിന്നോട് പറഞ്ഞത്? നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ നീ അക്ഷരം തെറ്റാ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എന്നെ നീ റേപ്പ് ചെയ്തോ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോടെയാണോ അവർ പറഞ്ഞിട്ടാണോ ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. എന്നും ദേഹോപദ്രവമാണ്, വധശ്രമം ഉണ്ടായിട്ടുണ്ട് അനന്തുവിൻ്റെ ഭാഗത്ത് നിന്ന്. കത്തിയെടുത്ത് എന്നെ കുത്താൻ വന്ന്, എന്നിട്ട് എന്നെ ശാരീരിക ഉപദ്രവിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചെടുത്തി. ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ഡ്രസ്സ് വലിച്ച് പറിച്ച് എന്നെ നാക്റ്റാക്കി നിർത്തി. സ്വന്തം ഭർത്താവ് മാത്രം കാണേണ്ട ഒരു പെണ്ണിൻ്റെ നാക്നെസ് മറ്റുള്ള ആണുങ്ങൾക്ക് പ്രദർശിപ്പിച്ച ആരും ഇതിൽ. അതുപോലെ ഇതൊക്കെ ഞാൻ 164 മജിസ്ട്രേറ്റിന് കൊടുക്കുമ്പോഴും അവിടെയും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവൻ എന്നോട് പറഞ്ഞു ബ്ലൂ ഫിലിമിൽ 4-5 ആണുങ്ങൾ കൂട്ടാണ് ഒരു പെണ്ണിനെ യൂസ് ചെയ്യാൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടിട്ടേന്ന്. ഇത് ചോദിക്കുക മാത്രമല്ല അവൻ കൊണ്ടും ചെയ്തു. ലൈംഗിക തൊഴിലാളികളായിട്ട് എന്നെ കമ്പയർ ചെയ്യുക. അപ്പോൾ ലൈംഗിക തൊഴിലാളികളായിട്ട് കമ്പയർ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇവനവിടെ പോയിട്ടല്ലേ. എൻ്റെ വിർജിനിറ്റിയെ പോലും അവൻ മോശമാക്കിയിട്ടാണ് പറഞ്ഞത്. കാരണം അവനൊന്നും അറിയുന്നില്ല, അവനെപ്പോഴും ലൈംഗിക തൊഴിലാളികളാണ് വലിയ എന്തോ സംഭവം. ഞാൻ ചോദിച്ചത് ഉത്തരം പറഞ്ഞിട്ട് ഈ കോളട്ടെ എന്താ മതി. എൻ്റെ അച്ഛനെ അടിച്ചില്ലേ? അത് ഈ പറയും. എന്റെ തലമുടി കുത്തി പിടിച്ച എൻ്റെ അച്ഛൻ അടിച്ചില്ലേ? ഓ, എങ്ങോട്ടാ അടിച്ചത്? ദേഹത്താണോ മുഖത്താണോ? മുഖത്തല്ലേ? ഞാനൊക്കെ പറയുന്ന എന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ കൊച്ചിനെ നീ ആരെയും ഇന്നലെ വിളിച്ച് നിന്റെ എടാ ഈ പറയുന്നൊക്കെ റെക്കോർഡാണ്. ഇതൊക്കെ ഞാൻ പോലീസിന് കൊടുക്കാൻ വേണ്ടി റെക്കോർഡ് കൊണ്ടിരിക്കുക. ഇവര് BJP-കാരാണ്, എൻ്റെ ഭർത്താവ് RSS-കാരനാണ് ഈ പറഞ്ഞ അനന്തു. അങ്ങനെ 14 സെപ്റ്റംബറിന് അനന്തുവിൻ്റെ ഞാൻ കേസ് കൊടുത്തല്ലോ സ്റ്റേഷനിൽ. അവിടേക്ക് അനന്തുവിൻ്റെ അച്ഛനെ വിളിച്ച് വരുത്തി. അച്ഛൻ അഖിലേന്ത്യൻ നേതാക്കന്മാർ 2 പേരും ഉണ്ടായിരുന്നു, പിന്നെ ഒരു നേതാവും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറാണത്. അവരും കൂടി വന്നിട്ട് പറഞ്ഞു നാളെ ഞങ്ങൾ കല്യാണം നടത്തി തരാം പെൺകുട്ടിയുടെ വീട്ടുകാർ. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ വരണമെന്ന്. സ്പോണ്ടേനിയസ് ആയി എൻ്റെ അമ്മേനെ ഞാൻ വിവരം അറിയിച്ചു, എൻ്റെ അച്ഛനെ ഞാൻ അറിയിച്ചു, എൻ്റെ ഫാദറും മദറും വന്നു. അന്ന് തന്നെ വിവാഹം നടത്തി. അപ്പോൾ അനന്തുവിൻ്റെ ഫാദർ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ നായന്മാർക്ക് താലി പെൺവീട്ടിൽ നിന്ന് എടുക്കുക താലി മാലി. അങ്ങനെ താലി മാലി എൻ്റെ അച്ഛനെ കൊണ്ട് മേടിപ്പിച്ച് പഴയ വീട്ടുമൊഴി എന്നുള്ള അമ്പലത്തിൽ നിന്ന് ഞങ്ങളെ കല്യാണം വൈകുന്നേരം 6 മണിക്ക് ശേഷം എന്തോ നടത്തി. കസ്റ്റമറി മാരേജ് ആയിരുന്നു. ക്ഷേത്രാചാര പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നടന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ റേപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ എന്നെ മാരേജ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. ഇപ്പം റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെഡിക്കലിൽ കിട്ടും. അവൻ എന്നെ മെഡിക്കലിൽ പറഞ്ഞയച്ച പോലെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു സാർ ഞാൻ മെഡിക്കലിൽ പോവാം, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ വിവാഹത്തിന്. ഞാൻ നല്ല രീതിയിൽ തന്നെ എഗെയിൻസ്റ്റ് ആയി നിന്നതാണ്. അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് മാരേജിന് മുന്നേ പോലീസ് സ്റ്റേഷനിൽ തീരുമാനമായിട്ട് കൊണ്ടുപോയി. തീരുമാനമായി കൊണ്ടുപോയിട്ട് അനന്തുവിൻ്റെ അമ്മ അവിടെ നിന്ന് പറഞ്ഞ് ഈ ഹരിജൻസിനൊക്കെ ഞാൻ അവിടെ നിന്ന് ചൂലിട്ട് അടിച്ചിറക്കും, ഇവരെ ഇവിടെ നിർത്തി എന്ത് വെച്ചിട്ട് ഞങ്ങൾ കല്യാണത്തിന് സമ്മതിച്ചതൊക്കെ ചോദിച്ച് അനന്തുവിൻ്റെ അമ്മ അനാവശ്യം പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, എനിക്ക് കല്യാണം വേണ്ടാറിട്ട്. അപ്പം അച്ഛൻ പറഞ്ഞ് ഇത്രത്തേം എത്തിയ സ്ഥിതിക്ക് മാരേജ് നടത്താറുണ്ട്. എൻ്റെ അച്ഛൻ പിന്നെ മാരേജ് നടത്തണം എന്നുള്ള സെൻസിൽ അവിടെ ഇരുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനത് കുറ്റസമ്മതം നടത്തി പേരുകൂടെ സ്റ്റേഷനിൽ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവരോട് പറയുമ്പോൾ തന്നെ അനന്തുവിൻ്റെ അമ്മ പറഞ്ഞത് എന്താ വെച്ചാൽ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഞങ്ങൾ അനന്തുവിൻ്റെ അമ്മ ഉദ്ദേശിച്ചത് കോമ്പൻസേഷൻ എന്നുള്ള വാക്കാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ ആയി പോവുക ചെയ്തത്. അവർ പറഞ്ഞു 50,000 രൂപ കോൺസ്റ്റിപ്പേഷൻ കൊടുക്കാമെന്ന്. ഞാൻ മലബന്ധം പിടിച്ച് കിടക്കുകയല്ല, കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് കിടക്കാൻ. ഞാൻ പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് ശരിക്കും പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ നിന്റെ അമ്മയ്ക്ക് മാനസിക രോഗമാണ്, അതിന് ചികിത്സിക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് അവർക്ക് ഈ പ്രേമം ഇഷ്ടപ്പെട്ടില്ല. അന്ന് അവര് ഓർമ്മയുണ്ട് താലി കെട്ടുമ്പോൾ അവര് നിന്ന് നെലിയും വിളിയും കൂട്ടിയിരുന്നു. നെലിയും വിളിയും കൂട്ടി അവിടെ എന്താ മരണം നടക്കുന്നുണ്ടാ. എന്നിട്ട് നിന്റെ അമ്മ പറഞ്ഞു എന്റെ അമ്മ കേട്ടാണ് ഇവളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഈ കത്തെടുത്ത് കുത്തി കൊല്ലാൻ വന്നിട്ടല്ലേ ഈ, എന്നിട്ട് എന്നെ കുത്തി കൊല്ലാൻ വന്ന കാര്യം ഞാൻ ഇതുവരെ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ചതി എന്താ ഒക്കെ ചെയ്തോനെ ഈ വെച്ച ചതിയാ. ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം ഇവർ
കേസ് കൊടുത്തെങ്കിലും പരാതി കൊടുത്തെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്നാണ് ഇവരിപ്പോൾ മാധ്യമങ്ങളെ സമീപിച്ചിരിക്കുന്നത്. യുവതിയുടെ ഈ പരാതി ഇപ്പോൾ എല്ലാ ചാനലുകൾക്കും ഇവർ കൊടുക്കുന്നുണ്ട്. ഈ പരാതി വാസ്തവമാണെങ്കിൽ ഇതിനെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് വിസ്മയ ന്യൂസിന്റെ വിനീതമായ അഭ്യർത്ഥന. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ബിപിൻ വേണുവിനൊപ്പം ശ്രീജിത് മാരാർ സൈനിങ് ഓഫ്.